അരമണിക്കൂർ കൊണ്ട് നടന്ന് ഉറക്കിയതിന്റെ ഒരു ദയാദാക്ഷിണ്യം കൂടാതാണ് ഗായ്സ് ഇവള് എഴുന്നേറ്റ് വന്നേക്കുന്നത്. എന്നാ പിന്നെ എഴുന്നേറ്റ് വന്നതല്ലേ, നേരെ കൊണ്ടുപോയി കുളിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി കുളിപ്പിച്ച് തലയൊക്കെ കെട്ടിക്കൊടുത്തു. തലയൊക്കെ കെട്ടുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ കുറെ കൂടെ കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, അവർ തന്നെ ഫുഡ് കഴിക്കും, തന്നെ മുടി കെട്ടും, തന്നെ ഡ്രസ്സ് ഇടും, അപ്പം നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു സങ്കടം തോന്നും. എന്നാലും സാരമില്ല, ഇതൊക്കെ അവർ തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ അവൾക്ക് ഞാൻ വെളിയിൽ കൊണ്ടിറക്കി, അവളെ കുറച്ചു നേരം ഫുഡൊക്കെ കൊടുത്തു. അവിടെയൊക്കെ ഇങ്ങനെ നിർത്തും, കുറച്ച് നേരമൊക്കെ പട്ടിയും പൂച്ചയും കാക്കയൊക്കെ കണ്ടോണ്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരമൊക്കെ നിർത്തും. അത് കഴിഞ്ഞ് വായൊക്കെ കഴുകി നേരെ അകത്ത് കയറി കുറച്ചു നേരം കാർട്ടൂൺ കാണാമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കൂടെ കളിയും ചിരിയും പാട്ടും ഡാൻസും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നേരെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ അൺബോക്സ് ചെയ്ത് ഞാനുകുട്ടി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം നേരെ അച്ഛൻ്റെ കൂടെ ചായ കുടിക്കായിരുന്നു. അച്ഛൻ ഇരിക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ അവളും ഇരിക്കും. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ വൈകിട്ട് വിഷയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാണ്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. കുറച്ചു നേരം അവളെ കളിയും ചിരിയൊക്കെ കാണും, അവളുടെ കൂടെ കളിക്കും, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങളും ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് അച്ഛൻ്റെ കൂടെ കുറച്ചു നേരം സിറ്റ് ഔട്ടിലൊക്കെ ചെന്നിരുന്നു. എന്നാൽ പിന്നെ ഉറക്കിയേക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം തോളത്തിട്ട് കൊണ്ട് നടന്നു. കുറേ മണ്ടൻ കഥകളൊക്കെ പറയണം, അങ്ങനെ കുറേ നേരമൊക്കെ പറഞ്ഞു. എന്നിട്ടും ആൾ ഉറങ്ങുന്നില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ കൈ കിടക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോടാ ഉറങ്ങണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സി യു.